ശരിക്ക് ശങ്കർ എന്നാൽ സാക്ഷാത്ത് പരമേശ്വരനാണ്. ശങ്കരം ലോകശങ്കരം എന്നിട്ട് ശങ്കരനെ പോലെ ഏത് ഗുരു ഇനി ഇതുവരെ വന്നില്ല. സ്വയംഭു മാത്രം ഇവിടെ ആദ്യമുള്ളത്. സ്വയംഭു ഇതാണ്. ഈ സ്വയംഭു മഹാരണ്യപുരം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പണ്ടേ പേര് മഹാരണ്യപുരം. ഒരു സാമാന്യ മനുഷ്യർക്ക് കാണാത്ത ഒരു സ്വരൂപം നമുക്ക് കാണാൻ വേണ്ടി വിഗ്രഹ പ്രതിഷ്ഠ ചെയ്തു അവർ. ഈ വിഗ്രഹം ആദിശങ്കർ പ്രതിഷ്ഠ ചെയ്തത്. ഇത് മൂലവിഗ്രഹമാണ്. നിരാകാരം സാകാരം ചെയ്തത്. എന്നാൽ ലിംഗം എന്നാൽ നിർവികാരം. ശങ്കരാചാര്യ സ്വാമികൾ തപസ് ചെയ്ത് ദേവിയെ പ്രസാദിപ്പിച്ച് മൂകാംബികയിലെത്തിയപ്പോൾ മൂകാംബിക അമ്മ ഇവിടെ ഇരുന്നതെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കഥകൾ. ശങ്കരാചാര്യരുടെ ദേവി ഉപാസനാ രീതികളും മൂകാംബികയിലെ രീതികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ദേവി ഉപാസനാ രീതികളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്ക് ശങ്കർ എന്നാൽ സാക്ഷാത്ത് പരമേശ്വരനാണ്. ആദിശങ്കർ ശങ്കരന ഒരു സ്വരൂപാനിട്ട് പണ്ടേ അറിഞ്ഞ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യ രൂപാനിട്ട്. സാക്ഷാത് ശംഭു ഒരു സങ്കല്പം വെച്ച് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് അധർമ്മത്തോട് ഉള്ള എല്ലാ വിഷയങ്ങളും നിവൃത്തി ചെയ്ത് ധർമ്മസ്ഥാപന ചെയ്ത ഒരു മഹാൻ വ്യക്തിയാണ്. അവർ തത്വജ്ഞാനിയാണ്, മഹാവിജ്ഞാനിയാണ്. അവർക്ക് മുകളിലുള്ള ഗുരു ഇല്ലാന്നിട്ട് വാക്കുണ്ട്. ശങ്കരം ലോകശങ്കരം എന്നിട്ട്. ശങ്കരനെ പോലെ ഏത് ഗുരു ഇനി ഇതുവരെ വന്നില്ല, വരൂല്ല. എന്തിനെന്നാൽ ഒരു നിർലിപ്തമായിട്ടുള്ള സങ്കല്പമുള്ള ശങ്കര സ്വരൂപമാണ് അവർ. ശങ്കര എന്നാൽ ശിവനാണ്. അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ സാക്ഷാത്ത് പരമേശ്വരനെ അമ്മയെ കാണാൻ ഭൂമിക്ക് വന്ന ഒരു സ്വരൂപ ആ ശങ്കറാണ്. അങ്ങനെ ശക്തിപീഠങ്ങൾ കുറേ ഉണ്ട്. ഇത് ഒരു മുഖ്യ ശക്തിപീഠമായതുകൊണ്ട് അമ്മയെ കാണാൻ സാക്ഷാത് ശിവനെ വന്ന ഒരു സങ്കല്പ അതെല്ലാം ഗൂഢാർത്ഥാണ്. പക്ഷേ നോർമലായിട്ട് നോക്കുമ്പോൾ അവർ ഒരു തപസ്വികൾ, സന്യാസികളാണ്. ആര്യാമ്പെ ശിവഗുരുവ പുത്രരായിട്ട് കാലട്ടിയിൽ ജന്മം ചെയ്ത് സന്യാസം സ്വീകരിച്ചു. ഒരു ചെറിയ ചെറുപ്പത്തിലെ വളരെ ജ്ഞാനിയായിട്ടുള്ള ശങ്കരയ്ക്ക് ഇവിടത്തെയുള്ള സ്വയംഭുവിൻ്റെ വിശേഷം അറിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി, ദർശനത്തിന് വേണ്ടി ഇവിടെ വന്നതാണ് ആദിശങ്കർ. സ്വയംഭു മാത്രം ഇവിടെ ആദ്യമുള്ളത്. സ്വയംഭു ഇതാണ്. ഈ സ്വയംഭു മഹാരണ്യപുരം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പണ്ടേ പേര് മഹാരണ്യപുരം. മഹാരണ്യത്തിൽ, അരണ്യത്തിൽ ഉള്ള ഒരു ലിംഗ സ്വയംഭു. ആ സ്വയംഭുവ കുറേ തപസ്വികൾ പൂജിച്ചിട്ടുണ്ട്. സാക്ഷാത്ത് ശ്രീരാമചന്ദ്ര സീത ഇവിടെ വന്ന് പൂജിച്ചിട്ടുണ്ട് എന്നിട്ട് സ്കന്ദപുരാണത്തിലുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ആരാധന ചെയ്തിട്ടുണ്ട്. പിന്നെ രുക്മിണി സഹിത ശ്രീകൃഷ്ണന് വന്ന് പൂജിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള വിശിഷ്ട ചൈതന്യം ഈ ഭാഗത്തിൽ ഉണ്ട് എന്നിട്ട് അറിഞ്ഞിട്ട് അവർ വന്ന് കുടചാദ്രിയിൽ, വളരെ പ്രശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുടചാദ്രി. ആ കുടജ എന്നിട്ടുള്ള ഒരു മൃതസഞ്ജീവിനി എന്നാൽ പല വിശിഷ്ടമായിട്ടുള്ള മറിഞ്ഞുകളുണ്ട്. 64 ഔഷധീയ ഗുണങ്ങൾ, ചെടിയ മറിഞ്ഞുകൾ അവിടെ ഉണ്ട്. അങ്ങനത്തെ ഉള്ള സ്ഥലത്തിൽ അവർ വന്ന് എറിഞ്ഞിട്ട് തപസ് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെയോ ഭൂമിക്കോ അന്തര ഇല്ലാത്ത ഒരു ശക്തി ചൈതന്യം അവർക്ക് പ്രകാശമാനമായിട്ടുള്ള ആ ചൈതന്യം അവർക്ക് കാണിച്ചിട്ട് അവർ താഴെ വന്ന് സ്വയംഭുവെ കണ്ട് തപസ് ചെയ്ത് അവിടെ അമ്മയെ സാക്ഷാത്കരിച്ചു എന്നിട്ട് യഥാർത്ഥമായിട്ടുള്ള സങ്കല്പം. പിന്നെ അമ്മയെ പ്രത്യക്ഷപ്പെട്ട് അവർ ഇവിടെ കൊണ്ടുവന്നു എന്നിട്ടല്ല, അതൊരു കഥയുണ്ട്. പക്ഷേ അത് ഏത് ഗ്രന്ഥത്തിലും ആധാരമായിട്ടില്ല, റെക്കോർഡിലില്ല അത്. പക്ഷേ ആദിശങ്കർ ഇവിടെ വന്ന് അമ്മയെ തപസ് ചെയ്ത് അമ്മയെ പ്രത്യക്ഷപ്പെട്ടു. അമ്മയെ അവർ കണ്ട സ്വരൂപം സാകാരം ചെയ്തു. എന്നാൽ സ്വയംഭുവിൽ നമ്മളത്തെ പോലെയുള്ള ഒരു സാമാന്യ മനുഷ്യർക്ക് കാണാത്ത ഒരു സ്വരൂപം നമുക്ക് കാണാൻ വേണ്ടി വിഗ്രഹ പ്രതിഷ്ഠ ചെയ്തു അവർ. ഈ വിഗ്രഹം ആദിശങ്കർ പ്രതിഷ്ഠ ചെയ്തത്. ഇത് മൂലവിഗ്രഹമാണ്. ഇതേ മൂലവിഗ്രഹ ആസ് ഇറ്റ് ഈസ് ഉണ്ട്. ഇത് പദ്മാസനത്തിൽ ഇരിഞ്ഞ ആ മഹാലക്ഷ്മി സ്വരൂപത്തിലുള്ള ദേവിയ
ശംഖചക്ര വരദ അഭയഹസ്തയായിട്ടുള്ള ആ ദേവിയ ശ്രീചക്രം എഴുതിയിട്ട് ശ്രീചക്രത്തിൻ്റെ മുകളിൽ അവർ പ്രതിഷ്ഠ ചെയ്തു. നിരാകാരം സാകാരം ചെയ്തത്. എന്നാൽ ലിംഗം എന്നാൽ നിർവികാരം. അത് സവികൽപ്പം എന്നാൽ നമുക്ക് കൽപ്പന ഉണ്ട്. ഒരു ദേവർ എങ്ങനെ എന്നാൽ നമ്മൾ മനുഷ്യരൂപത്തിലെ കാണാൻ നമ്മൾ അപേക്ഷിക്കുന്നതാണ്. ആ രൂപത്തിൽ പ്രതിഷ്ഠ ചെയ്തത് ആദിശങ്കറാണ്. അങ്ങനെ ആ ആദിശങ്കർ കണ്ട ദിവ്യ സ്വരൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത് മൂകാംബികയായിട്ട്. പക്ഷേ ആ ആരാധന പൂജ എല്ലാം ചെയ്യുന്നത് ലിംഗത്തിലാണ്. ലിംഗം എന്നാൽ അത് ജ്യോതിർമിഥുന ലിംഗാണ്. ശിവശക്തി രണ്ടു ഒന്നിച്ചുള്ള ഒരു ലിംഗ, മധ്യത്തിൽ സുവർണരേഖയുള്ള അപൂർവ ലിംഗമാണ്. സുവർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയം, വാമഭാഗാധികം ലിംഗം നഭൂതോ ന ഭവിഷ്യത്തി എന്നിട്ട് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു സ്വയംഭുവിക്കുള്ള വൈശിഷ്ട്യമാണിത്. വാമഭാഗ അധിക എന്നാൽ ഇടത്തി ഭാഗ അധികമായിട്ടുണ്ട്. അതിനെ ശക്തി പ്രാധാന്യ ക്ഷേത്രം. ഇത് ശിവഭാഗ കുറച്ച് കുറവുണ്ട്. പിന്നെ മധ്യത്തിൽ സാക്ഷാത് പരമേശ്വരനെ മൂകാസുരനെ വധിച്ച ശേഷ കോല മഹർഷികളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മയെ അവിടെ ഐക്യമാവാൻ പറഞ്ഞിട്ട് ശ്രീ എഴുതത് സാക്ഷാത് പരമേശ്വരനെ ശ്രീചക്ര എഴുത സ്വയംഭൂ. അതാണ് ആ ബിന്ദുസ്വരൂപമാണ് ആ സുവർണരേഖ എന്ന് പറയുന്നത്. അത് സുവർണത്തിൻ്റെ രേഖയാണ്, ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടുണ്ട്. അത് ആദി മഹാലക്ഷ്മി സ്വരൂപമാണ്. മഹാലക്ഷ്മി എന്നാൽ മുക്തി കൊടുത്തവൾ എന്നിട്ട് അർത്ഥം. വേദത്തിൻ്റെ അർത്ഥം മോക്ഷ എന്നിട്ട്. ലക്ഷ്മി എന്നാൽ വരി സമ്പത്തല്ല, വിഷ്ണുവിൻ്റെ പത്നി എന്നിട്ടും അല്ല. വിഷ്ണു പത്നി ലക്ഷ്മി. പക്ഷേ ഇവിടെ കാളി, ലക്ഷ്മി, സരസ്വതി ത്രിഗുണാത്മിക മൂകാംബികയാണ്. ദുർഗാഭാവത്തിലുള്ള ലക്ഷ്മി, മോക്ഷ കൊടുത്തവൾ എന്നിട്ടുള്ള അർത്ഥം. അങ്ങനെ ആ ഇത്ര ഒരു ചൈതന്യമുള്ള സ്വയംഭുവിനെ ആ ദർശനത്തിന് വേണ്ടി ആദിശങ്കർ ഇവിടെ വന്ന് തപസ് ചെയ്ത് അമ്മയെ ഇവിടെ വന്ന് ഇവിടെ ആ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പ്രതിഷ്ഠ ചെയ്ത് പിന്നെ ആ ശങ്കരപീഠം എന്നുള്ള ആ സ്ഥലത്തിൽ തപസ് ചെയ്ത് പിന്നെ രാത്രി കഷായ നൈവേദ്യം എന്നിട്ടുള്ള ഇപ്പോൾ രാത്രി നടക്കുന്ന ആ നിവേദ്യം തുടങ്ങിയത് ആദിശങ്കറാണ്. തപസ്സിരിഞ്ഞ സമയത്തിൽ ഒരു കുമാരിക്ക വന്ന് ആദിശങ്കറിക്ക് ഒരു കഷായം കൊടുത്തു. അവരത് സ്വീകരിച്ചു. പിന്നെ ധ്യാനത്തിൽ നോക്കുമ്പോൾ അത് ദേവിയായിരുന്നു. അതിനെ കുമാരികാ സ്വരൂപാനിട്ട് കുമാരികാ സ്വരൂപത്തിലാണ് ദേവിയ ആ ഭഗവാൻ ആദിശങ്കർ കണ്ടതാണ്. സൗന്ദര്യലഹരി ആദ്യമായിട്ട് ഇവിടെ സ്തുതി ചെയ്തതാണ്. പിന്നെ ശ്രീമത് കാഞ്ചന പത്മപീഠ നിലയാം പീതാംബരാലങ്കൃതാം ശംഖം ചക്രവരാഭയഞ്ച ദദതീം ബാലേന്ദുമൗളീം ശിവാം സിംഹസ്യോപരി സംസ്ഥിതാൻ ത്രിനയനാം മൂകാസുരധ്വംസിനിം ശ്രീകോലാപുരവാസിനിം ഭഗവതീം ധ്യായാമി മൂകാംബികാം എന്ന് പറയുന്ന 8 ശ്ലോകങ്ങൾ, മൂകാംബിക അഷ്ടക എന്ന് പറയുന്ന ആ ശ്ലോകങ്ങൾ രചന ചെയ്തത് ആദിശങ്കറാണ്, സ്തുതി ചെയ്തത്. അങ്ങനെ ആ മൂകാംബിക വിഗ്രഹം ആദിശങ്കറാണ് പ്രതിഷ്ഠ ചെയ്തത്. ശങ്കർ എന്നാൽ സാക്ഷാത്ത് പരമേശ്വരരാണ്. ഇവിടെ ഇന്നത്തെ ഇവിടെ ചെയ്യുന്ന പൂജാകൽപ്പങ്ങൾ, മൂകാംബിക കൽപ്പങ്ങളെല്ലാം ഭഗവാൻ ആദിശങ്കറാണ് നമുക്ക് ഉപദേശിച്ച് ഇപ്പോൾ പാരമ്പരികമായിട്ട് ആ പൂജാ വിധിവിധാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടുള്ളതാണ്. ശ്രീചക്ര ഉപാസന എന്നിട്ട് പ്രത്യേക ഇല്ല. ഇത് ഈ മൂകാംബിക പൂജാകൽപ്പം എന്നാൽ ആദിശങ്കർ നമുക്ക് ഉപദേശ തന്നതാണ്. ശ്രീചക്ര തുല്യം എന്നിട്ട് ശ്രീചക്ര ആരാധനയ്ക്ക് തുല്യമായിട്ടുള്ള ആരാധനയാണ് ഇവിടെ. ശ്രീചക്ര ആരാധന എന്നിട്ട് പ്രത്യേക ഇല്ല. പ്രത്യേക ഇവിടെ ശ്രീചക്ര ഇല്ല. സ്വയംഭുവെ ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്വരൂപാനിട്ടുള്ള ഒരു പ്രത്യേകത ഇവിടെ. ഇപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന സ്വയംഭു അത് ശ്രീചക്രത്തിൻ്റെ ബിന്ദു എന്നിട്ട്. എന്നാൽ ആ സാക്ഷാത് ഈശ്വരനെ ശ്രീ എഴുത സ്വയംഭുവാണ്. അതിനെ അത് ശ്രീചക്ര ബിന്ദുസ്വരൂപാനിട്ട് ശ്രീചക്രത്തിൻ്റെ തുല്യ പ്രത്യേക ശ്രീചക്ര ആരാധന എന്നിട്ടില്ല. വിഗ്രഹത്തിൻ്റെ താഴെ ആദിശങ്കർ രചന ചെയ്ത ശ്രീചക്രമുണ്ട്. സ്വയംഭു പ്രത്യക്ഷ ശ്രീചക്ര സ്വരൂപമാണ്. എന്നാൽ ശ്രീചക്ര എന്നാൽ ഒരു വിശ്വത്തിൻ്റെ സ്വരൂപം. അത് ആ വിശ്വത്തിൻ്റെ എല്ലാ ശക്തികൾ ഉള്ള 33 കോടി ശക്തി സാന്നിധ്യമുള്ള ജ്യോതിർലിംഗമാണ് സ്വയംഭു.